നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചന്ദ്രബോസേ, ഇത് എന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാടാ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനെ പിന്നെ മരണത്തെ പേടിയില്ല. ഇനിയൊട്ടും മരണത്തെ പേടിയും വരില്ല. നിനക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ ചട്ടക്കൂടും. ഇന്ന് നിനക്കൊരു പുല്ലുമില്ലടാ. എന്നെ പോലൊരു സാധാരണക്കാരൻ അടിച്ചാലും അടികൊണ്ടാലും തുല്യ ദുഃഖിതർ. കേട്ടടാ പന്നെ. എടാ, നീ വന്ന് കളത്തിലിറങ്ങിയല്ലേ ഉള്ളൂ. അതിനിടയിൽ എനിക്ക് പണി തരാൻ നീ തയ്യാറായെങ്കിൽ നീയൊക്കെ ഇനി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും തയ്യാറായി തന്നെയാ നിൽക്കുന്നേ. പിന്നെ കാണിച്ചത് നാറിത്തരമാണെന്ന് എനിക്കറിയാം. ഇല്ലടി, നീ എന്താ മാറി നിക്കണേ? പക്ഷെ നിനക്കൊക്കെ അത് തന്നെ ധാരാളമാ. പിന്നെ നീയൊക്കെ എനിക്കെതിരെ കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് ചുമ്മാ ഉണ്ടല്ലോ. ഞാനേ ഈ മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ചെറിയൊരു തട. ഇനിയിപ്പോ ആരെങ്കിലും എന്നെ ഇരുട്ടടി അടിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ചന്ദ്രബോസെ, സുസ്മിതേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിരിക്കേ കേട്ടാ. അലറാതടേ. പഴയ പ്രതാപത്തോടെ തൊപ്പി തലകയറണല്ലേ? എടോ, അതിന്റെ ഇടയിൽ എനിക്ക് കേസും കൂട്ടൊക്കെ വന്ന വലിയ പണിയാടോ. അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ എന്താ പറഞ്ഞു? ഈ മതയാനെ ഇങ്ങനൊരു പൂട്ടൽ പൂട്ടാൻ സഹായിച്ച മഹതിക്ക് പെരുത്ത നന്ദിയുണ്ട് കേട്ടാ. അപ്പൊ ഫ്ലൈറ്റ് വരുന്ന ടീമിന്റെ പേരെന്താ പറഞ്ഞേ? എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അവന്മാര് വരുമ്പോ അവന്മാരോട് പറ വിഷ്ണു തയ്യാറാണെന്ന് കേട്ടാ. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വരാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിൽ അവരോട് ഫ്ലൈറ്റ് കയറി വരാൻ പറ. ഇടി ടിക്കറ്റ് കാശ് ഞാൻ കൊടുക്കാന്ന്. പിന്നെ ചന്ദ്രബോസേ, ഒരു വാടക ഗുണ്ടയുടെയും പിൻബലം ഇല്ലാതെ നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ സ്ഥലവും സമയം പറഞ്ഞോ, ഞാൻ റെഡിയാടൂ. ഇതിനിടയിൽ ചീഞ്ഞ കളികളെന്തെങ്കിലും കളിക്കാൻ വന്ന അറിയാലോ നിനക്കെന്നെ. അതിനുള്ള മറുപടി ഈ മൊബൈലിലെ വീഡിയോ പറയും കേട്ടാ. ഓടാ ബോസേ, ഓടറി സാരളട മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.